വായിക്കണ്ട. ബിജി ഇപ്പോൾ റേറ്റ് കൂടി 250. ഇത്ര ആയിട്ട് ഇൻ്റർവ്യൂ കൊടുത്തിട്ട് 250 ആയുള്ളൂ. ഞാൻ വെച്ചോളൂ 1000 രൂപ ചോദിക്കുന്ന മണിക്കൂറിന്. ഭയങ്കര ഫേമസ് ആയില്ല ആള്. എന്നിട്ട് 50 രൂപ കൂടിയുള്ളൂ. നിങ്ങൾ ചുമ്മാ പറയില്ല. അവൾ 1000 മേടിക്കണം. ലൈവിൽ പറയുന്നത് 500 എന്നിട്ടോ നേരിട്ട് മേടിക്കണ 250. എൻ്റെ പൊന്നു മോനെ, അവൾക്ക് 500 കൊടുക്കുക. നിങ്ങൾക്ക് തലക്ക് ഓളം. നിങ്ങൾക്ക് പിരാന്തണ്ട. ഓള് തന്നെ ഒരാളെങ്കിലും കിട്ടിയാൽ ഇത്രയൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് ഊളത്തരം പറയണേ, ഇത്രയൊക്കെ ഞാൻ ഇങ്ങനെ ഫേസ് ചെയ്തിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഒരാളെങ്കിലും കിട്ടിയാൽ മതി എന്നൊക്കെ അവള് പ്രാർത്ഥിച്ചിട്ട് രാവിലെ ലൈവിൽ വന്നിരിക്കും. ഉച്ചയ്ക്കും രാത്രി ലൈവിലിരിക്കണത് മനസ്സിലായോ? പിന്നെ കുറച്ച് ഗെയിം കളിക്കും പേരിന്, ആളെ കണ്ണിൽ പൊട്ടിയിടാൻ വേണ്ടി. ആ ശ്രുതി തമ്പി പറഞ്ഞില്ലേ, ഞാൻ ഗെയിം കളിക്കുന്നു, ഫേസ്ബുക്കിൽ നിന്ന് എനിക്ക് കിട്ടുന്നു, യൂട്യൂബിൽ നിന്ന് കിട്ടുന്നു. ഇതൊക്കെ കേട്ടിട്ട് അവളും അവിടെ തള്ളും. എന്ത് തള്ളാണല്ലേ. ആ ഇരിക്കണ ആ ചേറ് കുഴി വീണിട്ടുണ്ടോ. താത്തു ബിജി വേടി ബിജിയുടെ ആരെയും കുറ്റപ്പെടുത്തല്ലേന്ന്. ആ ഷർഫിക്ക, നമ്മൾ കുറ്റം പറഞ്ഞല്ല. ഇന്ന് അമ്മുക്കുട്ടി ഇന്ന് ലൈവ് നന്നായി പോയിക്കൊണ്ടിരുന്ന ഞാനും ആശയമുള്ള വിഷയം. പക്ഷേ ഒരു പാവം പിടിച്ച കുവൈറ്റിലെങ്ങാണ്ടോ, കുവൈറ്റിലാണ് ഖത്തറിലുള്ള ഒരു ഡാൻസറാണ് അവർ, ടീച്ചറാണ്, ഡാൻസ് ടീച്ചറിനെ പോയിട്ട് അവിടെ ജോയിൻ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ അവൾ അമ്മു എന്ന് പറഞ്ഞ പെങ്കൊച്ചിനെ കുറേ വേണ്ടാദിനം പറഞ്ഞ് പിഴച്ചതാണ്, തേവിടിച്ചാണ്, മറ്റതാണെന്ന് പറഞ്ഞിട്ട് അവരുടെ അമ്മേനെയും അവളെയും അവളുടെ അച്ഛനെയൊക്കെ ഇവള് തെറി വിളിച്ചത്രേ. ആ പെങ്കൊച്ച് ഒരിക്കലും നുണ പറയില്ല അമ്മുക്കുട്ടി എന്ന് പറഞ്ഞാൽ. ഇതൊക്കെ മോശമല്ലേ? ഒരാളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന കാര്യമൊക്കെ. ഇവൾക്ക് എവിടെ നിന്നാണ് ഇത്ര ലൈസൻസ് കിട്ടിയത്? ഇത് ഒന്ന് ആ പെണ്ണുങ്ങളെ കണ്ണി കണ്ട പെണ്ണുങ്ങളൊക്കെ പ്രവാസി പെണ്ണുങ്ങളെ പറയാൻ വേണ്ടി. റമദാൻ മാസത്തിൽ നിർത്തിക്കൂടെ? നിങ്ങൾ പറ, അത് ശരിയാണോ? മുഞ്ചത്തി അവൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ്ടായിരുന്നു. അവിടെ കിടന്ന് സത്യമാണ്. ആരാ ആ അർഷാദ് എന്ന് പറഞ്ഞവനില്ലേ സൈക്കോ പോയി, അവൻ അവളുടെ കസ്റ്റമർ ആയിരുന്നില്ല. അപ്പോൾ രക്ഷപ്പെടുത്തണ്ടേ, പിന്നെയും പോകേണ്ടതല്ലേ ചേച്ചീൻ്റെ അടുത്ത് ഊക്കാൻ. അപ്പം ചേച്ചി ചത്തു കഴിഞ്ഞാൽ കസ്റ്റമർ സഹിക്കൂലല്ലോ. അപ്പം ചേച്ചി ചാവാതിരിക്കാൻ വേണ്ടി കസ്റ്റമർ പെട്ട പാടാണ് എൻ്റെ പേര് പറഞ്ഞു കൊടുത്തത്. നായിൻ്റെ മോൻ ഒരാളും ഗുണം പിടിക്കരുത്. ആ വഴിയിലെത്തിച്ച നായിൻ്റെ മോൻ ചത്തു പോകണം. സക്രാത്താൽ പോലും വെള്ളം കിട്ടാൻ പാടില്ല നായിൻ്റെ മോൻ. ആ ഒരൊറ്റ ഒരുത്തനാണ് എൻ്റെ പേര് മെൻഷൻ ചെയ്തത് അവിടെ. ആ പൂറിക്ക് ആരും വരാതായപ്പോഴത്തേക്ക് അവളെ എൻ്റെ കാലും പിടിച്ച് വന്നു. എന്നിട്ട് അവിടെ പോയിട്ട് ഇൻ്റർവ്യൂ പോയിട്ട് പറഞ്ഞു ഞാൻ അവളെ കസ്റ്റമർ ഉണ്ടാക്കാൻ വേണ്ടി പോയെന്ന്. വിലയടിച്ച് അവളുടെ നാവ് പുഴുത്തു പോവുള്ളൂ. നായിൻ്റെ മോളുടെ കുടുംബം തൊലഞ്ഞു പോകത്തുള്ളൂ. ആ വീട് കെട്ടാതെ പണി തീരാതെ ഒരുപാട് തടസ്സം വന്ന് പോകത്തുള്ളൂ. അവിടെ വീട് കെട്ടിയാലും നിരന്തരം സമാധാനം ഇല്ലാതെ കഴിയണേ, സമാധാനം കിട്ടരുത് ആ പുരയിൽ. അത് അത്രക്കും രാഗിയിട്ടുണ്ട് പൂറീനെ, മനസ്സിലായോ? ആ പുര കെട്ടട്ടെ, സമാധാനം കിട്ടുമോ നോക്ക്. ഒന്നിൻ്റെ ഇടക്ക് പ്രശ്നങ്ങൾ വന്ന് പോണ്ടോറെ പുഴുത്ത് ചാവണം പൂറി. അവിടെ മയ്യത്ത് കയറ്റണം അവളുടെ വീട്ടിൽ. അവളുടെ പുഴു പിടിക്കട്ടെ എന്നെ പറഞ്ഞേക്കണു. ആ അർഷാദിൻ്റെ കുണ്ണ ഒന്ന് തൊലിഞ്ഞു പോട്ടെ പൂറി മോൻ. പെരയാടി മോൻ്റെ കുടുംബം നശിഞ്ഞു പോകുള്ളൂ. അർഷാദ് പുണ്ടച്ചി മോൻ്റെ ആ പൂറി മോൻ ഒറ്റ ഒരുത്തം കാരണമാണ് നരയിച്ച് ചാവുള്ളൂ പൂറി മോൻ. ചത്തു പോണില്ലല്ലേ ഈ രണ്ടെണ്ണങ്ങൾ വിലയടിച്ച് മക്കൾ. വല്ല ക്യാമറ ഫിറ്റാക്കാൻ നേരത്തെ വല്ല ഷോക്ക് അടിച്ച് ചത്തു പോട്ടെ മൈരനൊക്കെ. അപ്പം രാഗണാണ് ഈ നായിൻ്റെ മോൻ കാരണം ഈ കണ്ണി കണ്ടവരൊക്കെ ഇത്ര തെറി പറയിക്കാൻ വേണ്ടിയുള്ള ലൈസൻസ് ഈ പോലെ ആടിമോനാണ്. മനസ്സിലായ? അവിടെ പറയുമ്പോൾ നോവും. അവളെ പറയുമ്പോൾ ഇവരിബക്കൊക്കെ നല്ലോണം നോവുന്ന എന്താണെന്നറിയോ? കസ്റ്റമർ ആയാരണമാണ്. കസ്റ്റമർമാർക്ക് ചേച്ചി ചാവരുതല്ലോ. ഈ പിളയാടിച്ച് പിഴക്കാൻ വേണോടോ പട